ഹലോ, ഞാൻ ഐശ്വര്യ. ഹലോ, എന്റെ പേര് അശ്വതി. ഞങ്ങൾ തൃശ്ശൂരിൽ നിന്നാണ്. ഞങ്ങൾ പ്രോസസിംഗിൽ GACയിൽ നിതിൻചേട്ടന്റെ കയ്യിലാണ് ഞങ്ങൾ പ്രോസസിംഗിന് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾക്ക് കൊടുത്തത് മാത്രം ഓർമ്മയുള്ളൂ, ബാക്കി എല്ലാം ഭയങ്കര സ്മൂത്ത് ആയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. ഒരു ലാഗും വരുത്താണ്ട് ഇപ്പൊ ഞങ്ങൾക്ക് രണ്ടുപേർക്കും വിസ കിട്ടിയിരിക്കുകയാണ്. അപ്പൊ അത് പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തത്. GACയിൽ നമുക്ക് കൊടുക്കുമ്പോൾ നമ്മൾ കുറെ അന്വേഷിച്ചിട്ടും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തത്. എന്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ടാണ് അവളിപ്പോൾ അവിടെ തന്നെയാണ് കൊടുത്തത്. അവൾക്കും വിസ കിട്ടി, വേറൊരു ഫ്രണ്ട് വിസ കിട്ടി, അവൾ പോയി ഇപ്പൊ കുറച്ച് മാസമാവണം. അപ്പോൾ എന്നിട്ടും ഞങ്ങൾ കുറെ ആൾക്കാരോട് ചോദിച്ചു അന്വേഷിച്ചിട്ടൊക്കെയാണ് കൊടുത്തത്. നമുക്ക് എല്ലാത്തരം അറേഞ്ച്മെന്റ്സും നിതിൻ ചേട്ടനാണെച്ചാലും ദീപക് ചേട്ടനാണെച്ചാലും ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ്ലി ഞങ്ങൾ കൊടുത്തു, പ്രോസസിംഗിന് കൊടുത്തു, ഞങ്ങളുടെ പേര് പറഞ്ഞ് ഞങ്ങൾ കൊടുത്തു. അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് മോക്ക് സെക്ഷന് മുന്നേ ഞങ്ങൾക്ക് ഇന്റർവ്യൂവിന് പ്രിപ്പറേഷൻ തന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ എല്ലായിടത്തും ഉണ്ടാവുമെന്ന് എനിക്ക് അറിയത്തില്ല, പക്ഷെ പ്രിപ്പറേഷൻ തന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമുക്ക് ഇഷ്ടംപോലെ മോക്ക് സെക്ഷൻസ് നമുക്ക് അറേഞ്ച് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. ആ മോക്ക് സെഷൻസ് കഴിഞ്ഞതിന് ശേഷം പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്റർവ്യൂസും കാര്യമുണ്ടായിരുന്നു. ഇന്റർവ്യൂ നല്ല രീതിക്ക് തന്നെ പാസ്സാൻ പറ്റി തന്നെ. ആ ഒരു പ്രിപ്പറേഷൻ ക്ലാസ് ഒരായിട്ട് കിട്ടുകൊണ്ട് തന്നെയായിരുന്നു. നമുക്ക് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് വരാൻ ഒരു സൂചന നമുക്ക് കിട്ടി. സൂചന മീൻസ് നമുക്ക് ഒരു ഐഡിയ ഇല്ലാണ്ടാണ് നമ്മൾ ഇരിക്കുന്നത്. അപ്പൊ നമുക്ക് അതിനുള്ള എല്ലാം അവർ തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കാന്നല്ല, നമുക്ക് എങ്ങനെയാണ് ഒരു ഇന്റർവ്യൂ വരിക, എന്തൊക്കെയായിരിക്കും കോമൺ ആയിട്ട് ചോദിക്കുക, അതൊക്കെ നിതിൻ ചേട്ടൻ അതിനനുസരിച്ച് പ്രിപ്പയർ ചെയ്തുകൊണ്ട് തന്നെ ഫസ്റ്റ് ഇന്റർവ്യൂ സെഷൻ അറ്റൻഡ് ചെയ്തപ്പോൾ തന്നെ പാസ്സാവും ചെയ്തു. അതിന് വലിയ ഹാപ്പിനെസ് ഉണ്ട്, കാരണം എല്ലാവർക്കും അതുപോലെ പറ്റുന്നെങ്കിൽ തോന്നുന്നില്ല. അപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ആ ഒരു ഇതിൽ ചേട്ടനോടാണെങ്കിലും ആ ഒരു ഫുൾ ക്രൂവിനോട് ഭയങ്കരമായിട്ട് കടപ്പെട്ടിട്ടുണ്ട്.